ഞാൻ ഉരുളൻകിഴങ്ങിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ ക്യാരറ്റ് വളരെ കുഞ്ഞായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നിങ്ങൾക്ക് മല്ലിയില കയ്യിലില്ല വെച്ചിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട. കറിവേപ്പിലയും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു മീഡിയം വലിപ്പമുള്ള ഉരുളൻകിഴങ്ങ് എടുക്കുമ്പോഴാണ് ബാക്കി എല്ലാ ചേരുവകളും പറയുന്നത്. അപ്പൊ നിങ്ങൾ ഉരുളൻകിഴങ്ങ് ഒരുപാട് വലുതെടുക്കുമ്പോൾ എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കണം, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണ്ടെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം, മൈദ വേണമെങ്കിൽ മൈദയും യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മാവ് വേണമെന്ന് നിങ്ങൾ യൂസ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, വളരെ സിമ്പിളുമാണ്. നമ്മുടെ അടുക്കളയിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക്